all, welcome to Competitive Cracker. ഞാൻ ബിന്ദുജ വിജയൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് HSC സൂയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേ എക്സാമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് PYQ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ HSC സൂയിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം ഓഗസ്റ്റിലാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒരു 3 monthsലാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. നമ്മുടെ എക്സാം കലണ്ടർ അങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. വളരെ കൃത്യമായിട്ട് നമ്മുടെ മൊഡ്യൂൾസ് എല്ലാം കവർ ചെയ്ത്, അതുപോലെ തന്നെ സോയിങ് പോർഷൻ കവർ ചെയ്യണം, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കണ്ടന്റും പഠിക്കണം. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കി വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കുറച്ച് PYQ ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പാറ്റേൺ മേക്കിങ്ങും അതുപോലെ തന്നെ ടെക്നിക്കൽ ടേംസും ആയിട്ട് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ബ്ലോക്ക് പാറ്റേണിൽ നിന്നും അടിസ്ഥാന ശൈലി പാറ്റേൺ അഥവാ ബേസിക് സ്റ്റൈൽ പാറ്റേൺ നിർമ്മിക്കുന്ന രീതി. നമുക്കറിയാം നമ്മൾ HSC എക്സാം മലയാളത്തിലാണ് എക്സാം വരുന്നത്. നമ്മൾ പലരും ഇംഗ്ലീഷ് കണ്ടന്റ് പഠിച്ചിട്ട് നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എക്സാം. അതുപോലെ തന്നെ ടേമുകളും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്താണ് ബ്ലോക്ക് പാറ്റേണിൽ നിന്ന് എന്താണ് അടിസ്ഥാന ശൈലി പാറ്റേൺ അഥവാ ബേസിക് പാറ്റേൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ കൺഫ്യൂസിങ് ആണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കൃത്യമായി തന്നെ വായിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മലയാളം ടേംസ് ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ അതിൻ്റെ ഇംഗ്ലീഷ് ടേം എന്താണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നമുക്കിത് കൂടുതലായിട്ട് ഒരു കോംപ്ലിക്കേഷൻ വരുന്ന ഭാഗം നമ്മുടെ കളർ തിയറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ടേമുകൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇംഗ്ലീഷ് ടേം അല്ലെങ്കിൽ ഏതാണ് മലയാളം ടേം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ബ്ലോക്ക് പാറ്റേൺ. നമ്മുടെ ബ്ലോക്ക് പാറ്റേണിൽ നിന്ന് അടിസ്ഥാന ശൈലി പാറ്റേൺ അഥവാ ബേസിക് പാറ്റേൺ, അതായത് ബ്ലോക്ക് പാറ്റേണിൽ നിന്ന് നമ്മൾ ബേസിക് സ്റ്റൈൽ പാറ്റേൺ ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. എന്താണ് പറയാന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അഡാപ്റ്റേഷൻ, ഓപ്ഷൻ ബി സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡ്, ഓപ്ഷൻ സി സ്ലാഷ് ആൻഡ് ലാപ്പ് മെത്തേഡ്, ഓപ്ഷൻ ഡി ബ്ലോക്കിംഗ്. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ എ അഡാപ്റ്റേഷൻ ആണ്. അതാണ് നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്യാണ്. ഒരു ബ്ലോക്ക് പാറ്റേണിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു ബേസിക് സ്റ്റൈൽ പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലോക്ക് പാറ്റേണിൽ നിന്ന് നമ്മൾ പാറ്റേൺ അഡാപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഡാപ്റ്റേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബ്ലോക്ക് പാറ്റേണിൽ നിന്ന് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്താണ് ബേസിക് സ്റ്റൈൽ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ലാഷ് ആൻഡ് സ്പ്രെഡും സ്ലാഷ് ആൻഡ് ലാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിൽ നിന്ന് വേറൊരു ഗാർമെന്റ് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു വാരിയേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു സ്ലാഷ് ആൻഡ് സ്പ്രെഡും സ്ലാഷ് ആൻഡ് ലാപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ബ്ലോക്ക് പാറ്റേണിൽ നിന്നും അടിസ്ഥാന ശൈലി പാറ്റേൺ അഥവാ ബേസിക് സ്റ്റൈൽ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേം ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്ത്രത്തിന്റെ വിവിധ ഘടകങ്ങളുടെ മാതൃക അല്ലെങ്കിൽ പകർപ്പ്, അതിന് പറയുന്ന പേരെന്താണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. എന്താണ്? ബ്ലോക്ക് ഉണ്ട്, ഡ്രാഫ്റ്റ് ഉണ്ട്, പാറ്റേൺ ഉണ്ട്, സ്ലോപ്പർ ഉണ്ട്. നമ്മൾ ഏതാണ് ആൻസർ വരിക? അപ്പോൾ നമ്മൾ എന്താണ് ഒരു വസ്ത്രത്തിന്റെ വിവിധ ഘടകങ്ങളുടെ മാതൃക അല്ലെങ്കിൽ പകർപ്പാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ സി പാറ്റേൺ ആണ്. അപ്പൊ പാറ്റേണിന്റെ ഒരു ഡെഫിനേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു വസ്ത്രത്തിന്റെ വിവിധ ഘടകങ്ങളുടെ മാതൃക അല്ലെങ്കിൽ അതിന്റെ ഒരു പകർപ്പാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് ഈ ബ്ലോക്ക് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പാറ്റേണിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? മാതൃക അല്ലെങ്കിൽ പകർപ്പാണ്. ഒരു വസ്ത്രത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ, അതായത് സ്ലീവ്, അതുപോലെ ഇപ്പൊ സ്കേർട്ട് ആണെങ്കിൽ സ്കേർട്ടിന്റെ പല ഭാഗങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ പകർപ്പിന് നമ്മൾ എന്താണ് പറയാ? പാറ്റേൺ എന്നാണ് പറയാ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്ഷ്യൽ പാറ്റേണുകൾ അഥവാ വാണിജ്യ പാറ്റേണുകൾക്ക് പറയുന്ന മറ്റൊരു പേര്. അപ്പോൾ നമ്മൾ പാറ്റേൺസ് പഠിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ് പഠിക്കുന്നുണ്ട്. നമ്മുടെ ഇൻഡിവിജ്വൽ പാറ്റേൺ ഉണ്ട്, കൊമേഴ്ഷ്യൽ പാറ്റേൺ ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് പാറ്റേൺ ഉണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ പാറ്റേൺ, അങ്ങനെ കുറേ അധികം പാറ്റേൺസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു പാറ്റേൺസിൽ നമ്മളത് സ്പെസിഫൈ ചെയ്ത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കൊമേഴ്ഷ്യൽ പാറ്റേൺ എന്ന് പറയും, അതുപോലെ തന്നെ എന്താണ് വാണിജ്യ പാറ്റേൺ എന്നും പറയും. ഇതിന്റെ വേറൊരു പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. എന്താണ്? റെഡിമെയ്ഡ് പാറ്റേൺസ് ഉണ്ട്, ഫൗണ്ടേഷൻ പാറ്റേൺസ് ഉണ്ട്, സ്ലോപ്പർ പാറ്റേൺസ് ഉണ്ട്, ഫ്ലാറ്റ് പാറ്റേൺ ഉണ്ട്. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക.
കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ വാണിജ്യപരമായിട്ട്, അതായത് എക്സ്പോർട്ടിങ്, അങ്ങനെ വലിയ രീതിയിൽ കച്ചവടം നടക്കുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണ്. അപ്പം അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണിത് റെഡിമെയ്ഡ് പാറ്റേൺ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. അതായത് ഈ ഒരു പാറ്റേൺ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് മേടിക്കാൻ സാധിക്കും. ആ ഒരു പാറ്റേൺ ആണ് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ വാണിജ്യ പാറ്റേൺ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഫൗണ്ടേഷൻ പാറ്റേൺ, സ്ലോപ്പർ പാറ്റേൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബേസിക് പാറ്റേണിന്റെ വേറൊരു പേരുകളാണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾ ഏതൊരു ടേം പഠിക്കുമ്പോഴും അതിനെ കൂടെ വേറൊരു പേരുകൾ ഇട്ടെങ്കിൽ ഒപ്പം തന്നെ അത് പഠിച്ചു പോവുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നിലവിലുള്ള ഫൗണ്ടേഷൻ പാറ്റേണിൽ നിന്ന് സൃഷ്ടിച്ച പാറ്റേണുകൾക്ക് നൽകിയിരിക്കുന്ന പദം. അപ്പൊ നിലവിലുണ്ട് ഒരു ഫൗണ്ടേഷൻ പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേണിൽ നിന്ന് സൃഷ്ടിച്ച പാറ്റേണുകൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, നോക്ക് ഓഫ്, സ്ലോപ്പർ, സ്വീപ്പ്. നമ്മൾ ഏതാണ് ആൻസർ വരിക? നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ബാക്കി ഇപ്പോൾ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ സി സ്ലോപ്പർ ആണ്. സ്ലോപ്പർ പറഞ്ഞു വെച്ചാൽ നമ്മൾ ബ്ലോക്ക് പാറ്റേൺ, ബേസിക് പാറ്റേൺ ആണ് നമ്മൾ സ്ലോപ്പർ എന്ന് പറയാം. ബാക്കിയുള്ള ടേംസ് ഇപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിംഗും നോക്ക് ഓഫ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പാറ്റേൺസ് ആയിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗിന് റിലേഷൻ വരും. നോക്ക് ഓഫും സ്വീപ്പും എന്നൊക്കെ പറയുന്നത് നമ്മൾ പാറ്റേൺ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ടേംസുകളാണ്. അപ്പോൾ സ്ലോപ്പറിന്റെ വേറൊരു ഡെഫിനീഷൻ എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? നിലവിലുള്ള ഒരു ഫൗണ്ടേഷൻ പാറ്റേൺ. നമ്മൾ സ്ലോപ്പറിനെ ബേസിക് പാറ്റേൺ, സ്ലോപ്പർ, അതുപോലെ ഫൗണ്ടേഷൻ പാറ്റേൺ എന്നൊക്കെ പറയും. നിലവിലുള്ള ഒരു ഫൗണ്ടേഷൻ പാറ്റേണിൽ നിന്ന് സൃഷ്ടിച്ച പാറ്റേണുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു പേരാണ്, പദമാണ് എന്ത്? സ്ലോപ്പർ എന്ന് പറയുന്നത്. നമ്മൾ ബേസിക് പാറ്റേണിന് തന്നെ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് തന്നെയാണ് അതിൻ്റെ ഒരു ആൻസർ ആയിട്ടും വരുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഊടുനൂലിന്റെ ദിശയിൽ വരയ്ക്കുന്ന ഗ്രെയിൻ ഏതാണ്? അപ്പൊ നമുക്കറിയാം പാവുനൂലുണ്ട്, ഊടുനൂലുണ്ട്. ആ ഒരു ഊടുനൂലിന്റെ ദിശയിൽ വരയ്ക്കുന്ന ആ ഒരു ഗ്രെയിൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. സ്ട്രെയിറ്റ് ഉണ്ട്, ക്രോസ് ഉണ്ട്, ബയാസ് ഉണ്ട്, ട്രൂ ബയാസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം നീളവശത്തിൽ കാണുന്ന നൂലുകളെ നമ്മൾ പാവുനൂലുകൾ എന്ന് പറയുന്നത്, വീതിവശത്ത് കാണുന്നതാണ് നമ്മൾ ഊടുനൂലുകൾ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പൊ നമ്മള് ഊടുനൂലിലെ ദിശയിൽ, അപ്പൊ ഈ ഒരു ഊടുനൂലിന്റെ ഈ ഒരു ദിശയിൽ വരയ്ക്കുന്ന ഗ്രെയിൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓപ്ഷൻസിൽ നോക്കുക. സ്ട്രെയിറ്റ് ആണോ? അല്ല. അതുപോലെ തന്നെ ക്രോസ് ആണോ? നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ക്രോസ് ആണ് വരിക. നമ്മളെ ബയാസ് ഉണ്ട്, ട്രൂ ബയാസ് ഉണ്ട്. അതൊക്കെ 45 ഡിഗ്രി ഒരു ആംഗിളിൽ വരുന്നതിനാണ്. നമ്മൾ ഊടുനൂലിന്റെ ദിശയിൽ, അതായത് നമ്മുടെ ഊടുനൂലിന്റെ ദിശയിൽ വരയ്ക്കുന്ന ആ ഒരു ഗ്രെയിൻ എന്ന് പറയുന്ന ഗ്രെയിൻ ഏതാണ് ചോദിച്ചാൽ ക്രോസ് ഗ്രെയിൻ ആണ് വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പാവുനൂലും ഊടുനൂലും സെൽവെറ്റും അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസുകളാണ്. എന്താണ് എന്നും അതിന്റെ ഡെഫിനേഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷണാത്മകവും ഞെട്ടിക്കുന്നതുമായ ഫാഷനുകൾക്ക് ഉപയോഗിക്കുന്ന പദം. നമ്മൾ ടെക്നിക്കൽ ടേംസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുമ്പോൾ കുറച്ച് മലയാളം, കുറച്ച് കടുകട്ടി വേർഡ്സുകളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ എന്താണ് പരീക്ഷണാത്മകം? നമ്മളൊരു എക്സ്പെരിമെന്റിങ് ചെയ്യാണ്. എക്സ്പെരിമെന്റ് ചെയ്തിട്ടും അതുപോലെ ആ ഒരു എക്സ്പെരിമെന്റ് എന്താണ്, ഞെട്ടിക്കുന്ന ഒരു ഫാഷനുകൾക്കായിട്ട് ഉപയോഗിക്കുന്ന പദം. അപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റിങ് ചെയ്തിട്ട് ഒരു വാവ് എന്നൊരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മളവിടെ ചെയ്തെടുക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന ഒരു ടേം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഫാഷൻ ഫോർവേഡ് ഉണ്ട്, അവൻഗാർഡ് ഉണ്ട്, ഫാഡ് ഉണ്ട്, ഹൈ ഫാഷൻ ഉണ്ട്. ഏതാ നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ എ ഫാഷൻ ഫോർവേഡ് ആണ്. നമ്മൾ പറഞ്ഞു എക്സ്പെരിമെന്റിങ് ആണ്, അതുപോലെ തന്നെ ഒരു ഞെട്ടിക്കുന്നതുമായ ഒരു ഡിസൈനും കൂടി മാറാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഫാഷൻ ഫോർവേഡ്, അതായത് ഫോർവേഡ് ചെയ്യുന്നത് മുന്നിലേക്ക് പോകുന്ന, അപ്പൊ അങ്ങനെ കുറെ കാലം മുന്നിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു ഡിസൈൻ ആണത്. അതിന് നമ്മൾ പറയുന്ന ഒരു ടേം, ടെക്നിക്കൽ ടേം ആണെന്ത്? ഫാഷൻ ഫോർവേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? രൂപകൽപ്പനയിൽ അതിശയോക്തിപരവും അതിരു കടന്നതുമായ ഡിസൈനുകൾ എന്ന ഹ്രസ്വകാലം നിലനിൽക്കുന്നതുമായ ഫാഷനാണ് ഈ ഒരു 4 ടേംസിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് ഇങ്ങനെ ഡെഫിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻസ് വായിച്ചു നോക്കിയിട്ട് ഏതാണ് ആ ഒരു ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാണ് നമുക്കിവിടെ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരൊറ്റ സെന്റൻസിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. 2-3 ഹിൻസുകൾ തന്നിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ നമുക്ക് മൈൻഡിൽ തോന്നും. ഓക്കെ, അപ്പൊ എന്താണ് രൂപകൽപ്പനയിൽ അതിശയോക്തിപരവും അതിര് കടന്നതുമായ ഡിസൈനുകൾ എന്ന
ഹ്രസ്വകാലം, അതായത് കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നതുമായ ഒരു ഫാഷനാണ് ഏത്? നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ എ ഫാഡ് ആണ്. നമ്മുടെ ഓപ്ഷൻസിൽ ഫാഡ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, ബേസിക് ഉണ്ട്, ഹൈ ഫാഷൻ ഉണ്ട്. അപ്പോൾ ഹ്രസ്വകാലം കുറച്ച് മാത്രം നിലനിൽക്കുന്ന ഒരു ഫാഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫാഷൻ എങ്ങനത്തെയാണ്? നമ്മൾ ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് നല്ല അത്യാവശ്യം നല്ല ഡിസൈനും ആണ്, അതുപോലെ തന്നെ അത് വളരെ കുറച്ച് മാത്രം നിലനിൽക്കുന്നതുമായ ഫാഷനെയാണ് നമ്മൾ ഫാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് നല്ല ഹൈ ഫാഷനായിട്ട് നിലനിൽക്കുന്നതും കുറേ കാലം നിലനിൽക്കുന്നതുമായ ഫാഷന് നമ്മൾ പറയുന്ന പേരാണിത് ക്ലാസിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പേരും കൂടിയാണ് ക്ലാസിക്. അപ്പോൾ ഒപ്പം തന്നെ രണ്ട് വേർഡ്സും പഠിച്ചു പോവുക. അപ്പോൾ ക്ലാസിക് എന്ന് പറഞ്ഞു വെച്ചാൽ കൂടുതൽ കാലം നിലനിൽക്കുന്നതായ ഫാഷനാണ്. ഫാഡ് എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്ന ഫാഷനെയാണ് നമ്മൾ ഫാഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വില, സ്റ്റൈലിംഗ്, ഫിറ്റ്, ക്വാളിറ്റി, പ്രസ്റ്റീജ് പോലുള്ള ചില ഉൽപ്പന്ന സവിശേഷതകളുമായി ബന്ധപ്പെട്ട പേര്. നമുക്ക് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്ക് വളരെ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. എന്താണ്? കളക്ഷൻ ഉണ്ട്, പ്രൊട്ടർ ഉണ്ട്, സൈനേജ് ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താണ്? നമ്മൾ ഒരു സാധനത്തിന്റെ വില ഉണ്ട്, അതുപോലെ സ്റ്റൈലിംഗ്, ഫിറ്റ്, ക്വാളിറ്റി, പ്രസ്റ്റീജ്, ഇതുപോലെയുള്ള ചില ഉൽപ്പന്ന സവിശേഷതകളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ക്വാളിറ്റീസും മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിന് നമ്മൾ എന്താണ് പറയുക? നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ഡി ബ്രാൻഡ് എന്നാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? അവിടെ അതിന് ഒരു വില ഉണ്ടാവും, അവിടെ ഒരു സ്റ്റൈലിംഗ് ഉണ്ടാവും, ഫിറ്റ്, ക്വാളിറ്റി, ഒരു പ്രസ്റ്റേജ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാൻഡ് എന്ന് പറയും. നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബ്രാൻഡിന് ഇതുപോലെയുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അസാധാരണമായ വസ്ത്രങ്ങളും അന്തരീക്ഷവുമായുള്ള ഒരു ചെറിയ കടയുടെ ഫ്രഞ്ച് വാക്ക്. അപ്പൊ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ഒന്നും കൂടി. അസാധാരണമായ വസ്ത്രങ്ങളും അന്തരീക്ഷവുമുള്ള ഒരു ചെറിയ കടയുടെ ഫ്രഞ്ച് വാക്കാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഹോട്ട് കോച്ചർ, അതുപോലെ അറ്റ്ലിയ, ബോഹോ, ബുട്ടീക്ക്. ഏതാണ് നമ്മുടെ ആൻസർ വരിക? അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു ഫ്രഞ്ച് ടേം ആണ്. നമ്മുടെ ഈ ഒരു 4 ഓപ്ഷനിൽ ഒരെണ്ണം ഫ്രഞ്ച് ടേം. ചിലപ്പോൾ എല്ലാം ഫ്രഞ്ച് ടേം ആവാം, പക്ഷെ നമുക്ക് അറിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫ്രഞ്ച് ടേം ആണ്. അതിന്റെ ഒരു മീനിങ് എന്താണ്? അസാധാരണമായ വസ്ത്രങ്ങളും അന്തരീക്ഷവുമുള്ള ഒരു ചെറിയ കടയാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഹോട്ട് കോച്ചർ ആണോ, അറ്റ്ലിയർ ആണോ, ബോഹോ ആണോ? നമ്മുടെ ഓപ്ഷൻ ഡി ബൊട്ടീക്ക് ആണ്. ബൊട്ടീക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? നമുക്കറിയാം, വളരെ ചെറിയൊരു ഷോപ്പ് എന്ന രീതിയിലായിരിക്കും, പക്ഷെ എന്താണ്? അവിടെ ഒരു ഡിസൈനർ വസ്ത്രങ്ങളാണ്. ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതിന് നമ്മൾ ബൊട്ടീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബൊട്ടീക്ക് എന്നൊരു ടേം എന്ന് പറയുന്നത് ഫ്രഞ്ച് ഒരു ടേം ആണ്. വളരെ ചെറിയ ഒരു അസാധാരണമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയൊരു ഷോപ്പ് അല്ലെങ്കിൽ കടേനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൊട്ടീക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റൈലിന്റെ നിർദ്ദിഷ്ട പതിപ്പുകളോ വ്യതിയാനങ്ങളോ സൃഷ്ടിക്കുന്ന വർണ്ണ, ടെക്സ്ചർ, സിലുവേറ്റ് വിശദാംശങ്ങളുടെ ഘടനയാണ് ഓപ്ഷൻ എ ഡിസൈൻ, ഓപ്ഷൻ ബി ക്ലാസിക്, ഓപ്ഷൻ സി ട്രെൻഡ്, ഓപ്ഷൻ ഡി ഫാഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. എന്താണ്? ഒരു സ്റ്റൈല്, ഒരു ബേസിക് ആയിട്ട് ഒരു സ്റ്റൈൽ ഉണ്ട്, അതിന്റെ നിർദ്ദിഷ്ട പതിപ്പുകളും അതിന്റെ വേറെ കോപ്പീസ് ആണ്. അതിന്റെ നിർദ്ദിഷ്ട പതിപ്പുകളോ അല്ലെങ്കിൽ എന്താണ് വ്യതിയാനങ്ങളോ, അതായത് അതിന്റെ വാരിയേഷൻസോ വ്യതിയാനങ്ങളോ സൃഷ്ടിക്കുന്ന വർണ്ണ, ടെക്സ്ചർ, സിലുവേറ്റ്, അതിന്റെ വേറെ കോപ്പീസ് അല്ലെങ്കിൽ വാരിയേഷൻസ് ആയിട്ട് ചെയ്തിട്ടുള്ള അതിന്റെ വിശദാംശങ്ങളുടെ ഘടനയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ എ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഒരു ബേസിക് ആയിട്ട് ഒരു ഡിസൈൻ ഉണ്ടായിരിക്കും, അതിനുള്ള വാരിയേഷൻസ് ആയിട്ട് പല വേരിയേഷൻസും വരാം, കുറെ കാലം നിൽക്കാം, ചിലത് വേഗം തന്നെ അപ്രത്യക്ഷമാകാം. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയാ? ഡിസൈൻ എന്ന് പറയും. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പറയുമ്പോൾ എന്താണ്? എപ്പോഴും ഒരു ഫാഷൻ ഉണ്ടായിരിക്കും, അതിന്റെ ഒരു ഡിസൈൻ ഉണ്ടായിരിക്കും. ആ ഒരു ഡിസൈനിൽ വാരിയേഷൻസ് വന്നിട്ട് അതെന്താ ഫാഷനായിട്ട് മാറും. പക്ഷെ ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ എന്താണ് പറയുന്നത്? ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ സാരി പണ്ട് മുതലേ ഉണ്ടായിരുന്നതുമാണ്, ഇപ്പം നിലനിൽക്കുന്നതുമാണ്, ഭാവിയിൽ നിലനിൽക്കാൻ ചാൻസ് ഉള്ളതുമാണ്. എന്നാൽ ചില വസ്ത്രങ്ങളുണ്ട്, നമ്മൾ മെൻസിന്റെ ഷർട്ടിൽ തന്നെ ഇപ്പൊ ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ് ഒക്കെ ഉണ്ട്. അതിൽ ഓരോ ടൈമിൽ ചിലപ്പോൾ പോക്കറ്റുകളുടെ സ്ഥാനങ്ങൾ മാറിയിട്ടും അങ്ങനെ പല ഫാഷനുകളും വന്നിട്ടുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ അത് എന്താണ്? അപ്രതീക്ഷിതമാകുന്നുണ്ട്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട്. ആ ഒരു ഡിസൈനിന്റെ വാരിയേഷൻസ്
ഓപ്ഷൻസ് കുറേ ഉണ്ടാവും. അപ്പം അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റൈലിന്റെ നിർദ്ദിഷ്ട പതിപ്പുകളോ അല്ലെങ്കിൽ വ്യതിയാനങ്ങളോ സൃഷ്ടിക്കുന്ന വർണ്ണ, ടെക്സ്റ്റ്, സിലുവേറ്റ് വിശദാംശങ്ങളുടെ ഘടനയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റൈലിന്റെ ബേസിക് ആയിട്ട് ഒരു സ്റ്റൈൽ ഉണ്ട്, ആ ഒരു സ്റ്റൈലിന്റെ വാരിയേഷൻസ് ആണ് എന്ന് പറയുന്നത് ഡിസൈൻ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഏത് തരത്തിലുള്ള നിറ്റഡ് തുണികളിലാണ് കോഴ്സുകൾ ഒറ്റനൂൽ ഇഴ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? നമ്മൾ നിറ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. എന്താ, വാർപ്പ് നെറ്റ് ഉണ്ട്, വെഫ്റ്റ് നെറ്റ് ഉണ്ട്, ഇൻസേർഷൻ നെറ്റ് ഉണ്ട്, ജക്കാർഡ് നെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലുള്ള നിറ്റഡ് തുണികളിലാണ് കോഴ്സുകൾ ഒറ്റനൂൽ ഇഴ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? അപ്പോൾ കോഴ്സുകൾ വെയിലും ഉണ്ട്, കോഴ്സും ഉണ്ട്. ആ ഒരു കോഴ്സ് ഒറ്റ ഇഴ നൂൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ വെഫ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നീഡിൽ ഉപയോഗിച്ച് ഒന്നോ അതിലധികമോ നൂലുകളുടെ ലൂപ്പിന്റെ ശ്രേണി പരസ്പരം ബന്ധിപ്പിച്ച് തുണി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. നമ്മൾ ഈ ഒരു 4 ഓപ്ഷൻസിലത്തെ ഒരെണ്ണത്തിന്റെ ഒരു ഡെഫിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. വീവിംഗ് ആണോ, ഫെൽറ്റിംഗ് ആണോ, നിറ്റിംഗ് ആണോ, ലേസിംഗ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്, നമ്മൾ ഇവിടെ നീഡിൽ സൂചി ഉപയോഗിച്ചിട്ട് ഒന്നോ അതിലധികമോ നൂലുകൾ, ഒന്നോ അതിൽ കൂടുതൽ നൂലുകളിലെ ലൂപ്പുകളാക്കിയിട്ട് ആ ഒരു ശ്രേണീനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് തുണി ഉണ്ടാക്കുന്നു. അതിന് പറയുന്ന പേരാണ് ഓപ്ഷൻ സി, നിറ്റിംഗ്. നമ്മൾ വീവിങ്ങിൽ നമുക്ക് അറിയാം, നമ്മൾ സൂചി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫെൽറ്റിംഗ് പറഞ്ഞാൽ തുന്നി ചേർക്കാണ് സൂചി യൂസ് ചെയ്യുന്നത്. ലേസിലും നമ്മൾ സൂചി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, നൂലുകളുടെ ശ്രേണികളെ പരസ്പരം കണക്ട് ചെയ്തിട്ട്, നൂലുകൾ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ നിറ്റിംഗ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ലൂപ്പ് ആക്സിസിന് സമാന്തരമായി തുണിയിൽ നീളത്തിൽ കാണപ്പെടുന്ന ലൂപ്പുകളുടെ നിരക്ക് പറയുന്ന പേര്. അപ്പൊ നമ്മള് ലൂപ്പിന്റെ ഒരു ആക്സിസ് ഉണ്ട്, അതിന് സമാന്തരമായിട്ട് തുണിയിൽ നീളത്തിൽ കാണുന്ന ലൂപ്പുകളുടെ നിരക്ക് പറയുന്നതാണ്. നീളത്തിൽ കാണുന്നതാണ് കൗണ്ട്, വെയില്, കോസ്, ഫ്ലൈ. ഏതാണ് നീളത്തിൽ കാണുന്നത്? ഓപ്ഷൻ ബി, വെയിൽസ് ആണ്. ക്ലിയർ ആണല്ലോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, തുണിയുടെ ഫൈൻനെസ് അതായത് മൃദുത്വം കണക്കാക്കുന്നതിനായി മെഷീനിൽ 1 യൂണിറ്റ് വിഡ്ത്തിൽ വരുന്ന സ്റ്റിച്ചുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു തുണിയുടെ സോഫ്റ്റ്നെസ്, മൃദുത്വം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ മെഷീനിൽ 1 യൂണിറ്റ് വിഡ്ത്തിൽ വരുന്ന സ്റ്റിച്ചുകളുടെ എണ്ണത്തെ നമ്മൾ ഒരു ടേം വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഏതാണ് ടേം? സ്റ്റിച്ച് ഉണ്ട്, ഗേജ് ഉണ്ട്, കൗണ്ട് ഉണ്ട്, വെയിൽ ഉണ്ട്. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ ബി, ഗേജ് ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പം ആ ഒരു തുണിയുടെ ഫൈൻനെസ്സിനെയാണ് നമ്മൾ ഗേജ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ HSC സൂയിങ് 2024 കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ HSC സൂയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രീ ഗ്രൂപ്പാണ്, ജോയിൻ ചെയ്യുക. നമ്മൾ എക്സാം ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ വേക്കൻസീസും അങ്ങനത്തെ, അതുപോലെ നമുക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.